ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ലാസ്റ്റ് വ്ലോഗ് പറഞ്ഞു നിർത്തിയത് എംപുരാൻ ഷോ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ്. അവിടുന്ന് നമുക്ക് തന്നെ ഈ പ്രാന്തന്മാർ തുടങ്ങിയിട്ടുണ്ട്. ഇവർക്ക് വേറെ ഒരു വഴിയിലേ തോന്നുന്നുണ്ട്, ചെപ്പാണിയിലേ തോന്നുന്നുണ്ട്. എടാ നീയും കൂടുന്നോ? അപ്പൊ ഇന്നലെ മൂവി കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ 3 മണിയായി, അല്ല 3 മണിയല്ല 4 മണിയായി. അപ്പൊ കിടക്കുമ്പോ 4:30-5 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലെ നമ്മളൊരു 10-11 മണിയായപ്പോ എണീറ്റ് വന്നിരുന്നത് ചളിയൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഭ്രാന്തന്മാർക്ക് ഇന്നും പതിവ് പോലെ നമ്മളൊരു 10-11 മണി ആയപ്പോഴത്തേക്ക് എണീറ്റ് വന്ന് ചില്ല് ചെയ്യാണ്. വൈഷു ഇത്തിരി കൂടുതൽ ചില്ല് ചെയ്യാറുണ്ട് അഖിലേട്ടനെ ഉപദ്രവിച്ചുകൊണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാം. ചെന്നൈ സിറ്റി എക്സ്പ്ലോറേഷൻ. കണ്ടൊരു ലുക്കിലാണ് ഭയങ്കര റിച്ചാണ്. ഒരു ഉച്ചര ആയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന്. കാരണം അഖിലേട്ടനും അഞ്ചേച്ചി ഇന്ന് പോവാണ്, അവർക്ക് വൈകിട്ടാണ് ഫ്ലൈറ്റ്. സോ അതിനു മുന്നേ കറങ്ങി തിരിച്ച് വരണം. ഒരു 12 പേരുണ്ട്, ഒരു കണ്ണാട ഉണ്ട്. ഒരാളെ ഉപദ്രവിക്കുന്നതിന് ഒരു കണക്കുണ്ടോ? അല്ല, ഇങ്ങനെ വിജൃംഭിച്ചൊന്നും ഒരുങ്ങാൻ പറ്റില്ല. ഇവരെ സോഫയിൽ നട്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഈ ഒരു ഫിഫ കളി എന്ന് തീരുവന്തോ. അങ്ങനെ എല്ലാരെയും ഒരുക്കി ഇറക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പോയിട്ട് വരാം. നമ്മൾ പോകുന്നത് ഷെരട്ടണിലേക്കാണ്. ആദ്യം ഒരു ലഞ്ച് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി. അപ്പം നമ്മളുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നും ആസ് യൂഷ്വൽ നമ്മൾ 10 മണി എണീറ്റ് വന്നിട്ടുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ചൂടുവെള്ളം മാത്രം കുടിച്ചിട്ട് നമ്മൾ നേരെ ഹെഡ് ഔട്ട് ചെയ്യാണ്. എങ്ങോട്ടാണ് പറയണം. ഷെരട്ടണിലേക്കാണ് പോകുന്നത്. നമുക്കൊരു ബുഫേ അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ദ റീഫ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ. സോ നമ്മൾ അവിടെ പോയിട്ട് നല്ല ഫുഡ് അടിക്കുക. ഇന്ന് അഞ്ചേച്ചി അഖിലേട്ടനും പോവും. അപ്പോൾ അവരെ ഇന്ന് വിടുവോ? അവരെ വിടുന്നു തോന്നാറില്ല. അപ്പോ നിർബന്ധമൊന്നുമില്ല, പിന്നെ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അപ്പൊ അങ്ങനെ അവരെ വിടുവോന്നുള്ളത് നമുക്കൊന്ന് കാണാം. അതെ, സത്യം. ലോല ഹൃദയന്മാരാണ്. നമുക്ക് നോക്കാം അവരെ വിടുവോ ഇല്ലേ, എന്താണ് സംഭവിക്കുക. എൻ്റെ ചെന്നൈ വ്ലോഗ് കാണുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാവുന്ന ഒരു സംശയമാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ എന്ന്. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് അത് മാത്രമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പോയി കല്യാണം കഴിച്ചിട്ട് വന്നാലോ? ഒരു കല്യാണ പാർട്ടി എല്ലാം ഉണ്ട്, എല്ലാ അരവങ്ങളും കൊണ്ട് കിട്ടി. എന്നൊരു കല്യാണം കഴിക്കാം. ആ കല്യാണ കമന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് കോവിഡ് സമയത്താണ്. അതുകൊണ്ട് ഇപ്പൊ കാണുന്ന ഈ ഫ്രണ്ട്സ് ഉൾപ്പെടെ ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, സെയിം ആളെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളിത് റെസ്റ്റോറൻറ്റ് ഉന്നം വെച്ച് നടക്കുകയാണ്. ഇവിടെ ഒരു കല്യാണ പാർട്ടിയാണെന്ന് തോന്നുന്നു, കല്യാണം നടക്കാൻ പോയിട്ട് തോന്നുന്നു. അപ്പം നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം, നോക്കാം. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെഡിങ് ലൊക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നി. പുറത്താണ് പന്തലൊക്കെ ഇട്ട് കണ്ടത്. ഭയങ്കര ഭംഗിയുള്ള ഒരു ഔട്ട്ഡോർ വെഡിങ് സെറ്റപ്പാണ്. ബുഫേക്കാണ് കേട്ടോ വന്നിരിക്കണേ. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ വേരിയൻസ് ഓഫ് സാധനങ്ങളുണ്ട്. യെസ്, പറയൂ. ഓ, സൂപ്പ് ഇവിടെ ഉണ്ട്, സൂപ്പ്. ഹലീമൊക്കെ ഉണ്ട് കേട്ടോ, ഈദ് സ്പെഷ്യലായിട്ട്. ഇന്ന് ഈദല്ലേ, അപ്പോൾ ഹലീമുണ്ട്. പിന്നെ അതിനിടാനുള്ള ടോപ്പിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി, മീൻ കുഴമ്പ്, ചിക്കൻ കറി, എഗ് കറി, പിന്നെ തന്തൂരി മുർഗ് ചിക്കൻ, ഓയിസ്റ്റർ ഫിഷ് കറി, ഫ്രൈഡ് ചിക്കൻ. അങ്ങനെ
അങ്ങനെ എൻ്റെ ഐസ് ലോക്കായ കുറച്ച് ഐറ്റംസ് ലോഡ് ചെയ്തിട്ട് ഞാൻ ദേ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഞാൻ ബുഫേസിന് സാധാരണ പോവാറില്ല, കാരണം കപ്പാസിറ്റി വളരെ കുറവാണ്. സ്റ്റാർട്ടേഴ്സ് മാത്രം കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ വയറിനറിയും. പിന്നെ ബുഫേക്ക് പോകുമ്പോഴത്തേക്കും വെറൈറ്റി ഐറ്റംസ് ട്രൈ ചെയ്യാൻ ഞാൻ കൂടുതൽ നോക്കാറ്. ഞാൻ കഴിച്ചിട്ടില്ലാത്ത അധികം. ഈ ബുഫേയിൽ അൺഡൗട്ടഡ്ലി എനിക്ക് പറയാൻ പറ്റും ഹലീമായിരുന്നു എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ബിക്കോസ് ഞാൻ ഹലീമിൻ്റെ അത്ര വലിയ ഫാനല്ല, പക്ഷെ ഇവിടുത്തെ ഹലീം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മൊത്തത്തിൽ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ബുഫേ. ബ്യൂട്ടിഫുൾ പ്ലേസ്. അങ്ങനെ നല്ല കിഡിലൻ ഒരു ലഞ്ച് കഴിഞ്ഞ്, വെരി ഹെവി ലഞ്ച് കഴിഞ്ഞ് നമ്മളിതേ കടൽ കാണാൻ പോവാണ്. കടലിനൊക്കെ വരെ പോണവരെ കാണാൻ എന്താ സാധനം. അപ്പോൾ നമ്മൾ കടൽ കാണാം. എന്തോ ഇന്ന് കല്യാണം ഇവൻറ്റോ എന്തോ നടക്കണുണ്ട് കേട്ടോ. അതിന് ഫുള്ള് പ്രിപ്പറേഷനാണ് ഈ പ്രോപ്പർട്ടി മുഴുവനും. നട്ടുച്ചയാണ് സമയം, നല്ല ചൂടുണ്ട് പുറത്ത്. അങ്ങ് ദൂരെ ഞങ്ങൾക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വെയിലാണെങ്കിലും ഈ പ്രോപ്പർട്ടി ഭയങ്കര ഭംഗിയായതുകൊണ്ട് ഞങ്ങൾ ഓർത്തൊരു പ്രോപ്പർട്ടി ടൂർ എടുക്കാമെന്ന്. അങ്ങനെ ആ കടലിനടുത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു ഫോട്ടോ സെഷൻ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നോയിക്കോ, കള്ളനോട്ടമല്ല, ശരിക്കും നോയിക്കോ. സ്വന്തം ഭാര്യയും ഭർത്താവും അല്ലേ, കുഴപ്പമില്ല. ആ ചിരിക്കോ, പൊട്ടിച്ചിരിക്കോ, തുറന്ന് ചിരിക്കോ. കമോൺ അഞ്ചേച്ചി ലുക്ക് കൊടുക്കോ. ഐ അങ്ങനെയല്ല അഞ്ചേച്ചി 32 പല്ല് 2 എടുത്ത് ആത്തിട്ട് 2 ആത്തരോ. അഖിലേട്ടാ ഇതെന്താണ് ഇത്? പല്ല് നോക്കാൻ പോണോ? ഇങ്ങനെയല്ല. ആരും എടുക്കുന്ന? ഞാൻ വീഡിയോ എടുക്കുന്ന. എടാ ഒരു മെറ്റേണിറ്റി ഷൂട്ടും കൂടി അഖിലേട്ടനെ വെച്ചിട്ട് പ്ലീസ്. എന്തൊരു കുട്ടാ. നിനക്ക് എവിടെയാ സൗണ്ട് കേൾക്കേണ്ടത് ചേർക്ക? അങ്ങനെ കുറെ നേരം ഞങ്ങൾ അവിടെ കറങ്ങി കിടന്നു. എല്ലാവരുടെയും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അഞ്ചേച്ചിക്ക് അഖിലേട്ടനും എയർപോർട്ടിലേക്ക് പോകാൻ റെഡി ആവണം. അയ്യോ ഞാനും വരുന്നേ. തിരിച്ച് വീട്ടിൽ പോണേക്ക് മുന്നേ നമ്മൾ ഓർത്തു ഏറ്റവും മുകളിൽ പോയിട്ട് ആ വ്യൂ ഒന്ന് കാണണമെന്ന്. അപ്പൊ ഇത് 43rd ഫ്ലോർ എന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്തൊരു ഭംഗിയാണല്ലേ. ഫുൾ ചെന്നൈ സിറ്റി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പോലെയായിരുന്നു. ഗ്രൂപ്പ് ഹഗ്. മതി വിട്ടോ മതി. അങ്ങനെ അഞ്ചേച്ചിനെ അഖിലേട്ടനെയും പാക്ക് ചെയ്യാറായി. എന്തായാലും എത്ര പെട്ടെന്നാണ് ഈ വീക്കെൻഡ് പോയത്. അവർ ജസ്റ്റ് ഇപ്പൊ വന്നേ ഉള്ളൂ എന്ന് പോലെയായിരുന്നു എനിക്ക്. അഖിലേട്ടനും അഞ്ചേച്ചിയും എയർപോർട്ടിലേക്ക് ഇറങ്ങുകയാണ്. നല്ലൊരു സൺസെറ്റ്. നമ്മൾ കുറച്ചധികം ഇവരോട് പിച്ച് ചെയ്ത് നോക്കി നാളെ ഫ്ലൈറ്റ് എടുക്കാൻ. ഇപ്പൊ ഇന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല. കാരണം അവർക്ക് 2 പേർക്കും നാളെ പോയിട്ട് ജോലിക്ക് കയറാനുള്ളതാണ്. ബൈ ടാറ്റാ ടാറ്റാ ബൈ 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 ബൈ. കൊച്ചി അടുത്ത മാസം നമ്മൾ വേണം. കരയാണ്ട് പോകും. അഞ്ചേരി ദീർഘശ്വാസം വലിക്കുന്നത്. ഒന്ന് പോയി തരുമോ? കേടുപാടുകളൊക്കെ ശരിയാക്കി വെച്ചോട്ടെ. അവര് പോയി കഴിഞ്ഞ് വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു ഞങ്ങള്. പിറ്റേന്ന് രാവിലെ 5:30 സൺറൈസ് കാണണു. അത് കഴിഞ്ഞിട്ട് 6:30 ആകുമ്പോഴത്തേക്കും മഹാബലിപുരത്ത് പോകണു, തിരിച്ചു വരണു. വൈഷുവിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ. സോ വൈഷു രാവിലെ ഓഫീസ് കാര്യങ്ങൾക്ക് പോകുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളീനെ പോകുന്ന വഴി പിക്ക് ചെയ്യണു. എന്നിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണു. ഇതാണ് പരിപാടി. നമ്മൾ നാളെ പോവുകയാണ്. സോ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മളുടെ പ്ലാനിങ്. പക്ഷെ ഒന്നും
നടന്നില്ല ആസ് യൂഷ്വൽ. മഹാബലിപുരം ഒക്കെ ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എവിടെയോ നേരിയതായിട്ട് അലാം അടിക്കുന്നത് കേട്ടിരുന്നു. അത് ഓഫാക്കി ഞാൻ തിരിഞ്ഞു കിടന്ന് നല്ലോണം കിടന്നുറങ്ങി. 10 മണിക്കാണ് എണീറ്റ് വന്നത്. ഇനി നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാറായി. ഞങ്ങൾ തിരിച്ച് പോവാൻ നിൽക്കുമ്പോഴുണ്ട് കാർ ലോക്ക് ചെയ്തിരിക്കണം. കാരണം ഇത് ഗസ്റ്റ് പാർക്കിങ്ങിനുള്ള സ്ഥലമല്ലായിരുന്നു പോലും. നമുക്ക് എങ്ങനെ അറിയാനാ ഇവരത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാണ്ട്. അവസാനം അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫൈനൊക്കെ അടച്ചിട്ട് നമ്മൾ വണ്ടി റിലീസ് ചെയ്തു. ലഗേജൊക്കെ ലോഡ് ചെയ്തു. നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. ഓൺ ദ വേ വൈഷുവിനെ പിക്ക് ചെയ്യണം. വൈഷുവിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വൈഷു അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോകാം. വഴിക്ക് നമുക്ക് റോസ് മിൽക്ക് കുടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ റോസ് കിൽക്ക് കൊതി കാരണം തെറ്റിപ്പോയതാ. റോസ് മിൽക്ക് മേടിച്ചു. പിന്നെ ഇവർ റിങ്കുമ്മയ്ക്കും നിഖിലിനും ബൺ മസ്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് അതും മേടിച്ചു ഒരു 3-4 പെട്ടി. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പോ പോകുന്നത് മുരുകൻ ഇഡ്ഡലിയാണ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിഞ്ഞു. അപ്പൊ ലഞ്ചിന്റെ സമയമായിട്ടുണ്ട്. വൈഷു അവിടെ രാവിലെ എണീറ്റ് ഒരു മീറ്റിങ്ങിന് പോയി. മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലെ, ഒരു ക്ലയന്റ് മീറ്റിംഗ്. അപ്പൊ അതിന് പോയി. എന്നിട്ട് പുള്ളി നമ്മളെ മുരുകൻ ഇഡ്ഡലിയിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഓർ ബ്രഞ്ച്. അതാണ് ഐഡിയ. അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പൊ നമുക്ക് തന്നെ ഒരു 40 മിനിറ്റ്സ് എടുക്കും മുരുകൻ ഇഡ്ഡലി എത്താൻ. വൈഷ്ണുവിന്റെ ഓൾറെഡി മീറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ പുള്ളി അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. ഇനി പോകുന്ന വഴിക്ക് ഇറ്റ് ഇസ് വെരി എക്സൈറ്റിംഗ് ബിക്കോസ് നമ്മൾ കാഞ്ചീപുരത്ത് പോകുന്നുണ്ട്. ഇറങ്ങുമാ. അപ്പൊ കാഞ്ചീപുരം പോകണം. കുറച്ച് സാരിയൊക്കെ എടുക്കാം. സാരി ഫോർ എ വെരി സ്പെഷ്യൽ പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക്. വൈഷുവിനെ കണ്ടു കിട്ടിയിരിക്കുകയാണ്. പാവ എന്തൊരു ഡെഡിക്കേഷനാണ്. ഒന്ന് ഹോളിഡേക്ക് വന്നാലും പണിയെടുക്കണം. We are at മുരുകൻ ഇഡ്ഡലി ഷോപ്പ്. നമ്മൾ അജയ് ചേട്ടനോട് പിച്ച് ചെയ്തോണ്ടിരിക്കുകയാണ് ലഞ്ചിന് വരാൻ നമ്മുടെ കൂടെ. എൻ്റെ ഗീ പൊടി ഇഡ്ഡലി, പൊടി ഇഡ്ഡലി, ഗീ പൊടി ഇഡ്ഡലി, അത് മസാല ദോശ. എന്താ എരിവാ? ആക്ച്വലി പൊടി എരിവുണ്ട്. എരിവുണ്ട് ബട്ട് നോട്ട് ടു മച്ച്. വാട്ട് ഇസ് യുവർ സ്പൈസ് ടോളറൻസ് ലെവൽ? We'll find out today. എടാ എങ്ങനെയുണ്ടടാ അത് മസാല ദോശ? മുതൽസ് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. മുരുകൻ ഇഡ്ഡലി ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ. ബാംഗ്ലൂർ എവിടെയോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്യണമെന്ന് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. നല്ല ദോശയും ഇഡ്ഡലിയൊക്കെ ആയിരുന്നു കേട്ടോ. പൊടി ഇഡ്ഡലിയൊക്കെ ഇത്തിരി സ്പൈസി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സ്പൈസി ഇഷ്ടമാണ്. വൈഷുവിന് തീരെ പറ്റില്ല സ്പൈസി. അങ്ങനെ അവിടുന്ന് കഴിച്ചിറങ്ങി ഇനി നമുക്ക് ഇൻകീനെ ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് അല്ലോ, ബ്രഞ്ച് അല്ലേ. ബ്രഞ്ച് കഴിഞ്ഞു. നമുക്ക് ഇനി മെല്ലെ പോവാം. ഹലോ. ഇൻകീനെ ഞങ്ങളൊരു മോളിൽ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അവളോട് ബൈ പറയാൻ. ബിക്കോസ് ഷീ ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഹ്യൂമൻ ബീങ്സ്. അപ്പം ഞാൻ അവളോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ. നിങ്ങൾ എന്തിനാ ചെന്നൈയിലിരിക്കുന്നത്, ബാംഗ്ലൂർക്ക് വരാൻ വേഗം. ഈസിലി ഇവർ രണ്ടുപേരും നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ, എൻ്റെ വൈഷുവിൻ്റെ അയച്ചേട്ടനും എനിക്കും. സോ ഞാൻ അവരോട് പറഞ്ഞു ആൻഡ് നമ്മളുടെ ഗുഡ് ബൈസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഇറങ്ങുകയാണ്. ആൻഡ് ഗുഡ് ബൈസ് ആർ നെവർ ഈസി. ഞാനും വൈഷും പറയുമായിരുന്നു, നമ്മളിപ്പോൾ തിരിച്ച് ഫ്രൈഡേയിലേക്ക് പോയിരുന്നെങ്കിലോ, ഞങ്ങൾ അതായത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ദിവസത്തിലേക്ക് പോയിരുന്നെങ്കിലോ എന്ന് ഒരു ട്രിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾ വിചാരിക്കാറുള്ളൊരു കാര്യമാണത്. നമ്മൾ ചെന്നൈയിൽ നിന്ന് വിട്ടിട്ട് നേരെ വന്നത് കാഞ്ചീപുരത്തേക്കാണ് കേട്ടോ. കാരണം ഇവിടെ ഒരു സ്റ്റോപ്പ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, കുറച്ച് സാരിയൊക്കെ നോക്കാൻ. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ വന്നത്. നല്ല ഒരു ഉറക്കം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന കടയെത്തും ഒരു 3 minutes. എന്താണ് കടേന്റെ പേര്? ബാബുസ. അതാണ് കടേന്റെ പേര്. ഗൂഗിൾ റേറ്റിംഗ് ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കടയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ പക്ഷേ ക്യാമറ റെക്കോർഡിംഗ് ഒന്നും അലൗഡ് അല്ല. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ച് സ്നിപ്പറ്റ്സ് എടുത്തിട്ടുണ്ട് സാരി സെലക്ഷൻ്റെ. പല വെറൈറ്റീസിലുള്ള കളേഴ്സിലുള്ള സിൽക്ക് സാരീസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ സാരി സെലക്ഷനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് റിങ്കുമ്മയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ സാരി സെലക്ഷന് വേണ്ടിയിട്ട്. ഞാൻ ഒരു 5 സാരി എടുത്തു വന്നിട്ട് ഫൈനലി ഈ 5 സാരിയിൽ ഒരെണ്ണം മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം ഗിഫ്റ്റാണ്, അമ്മമാർക്കും പിന്നെ ഒരു സ്പെഷ്യൽ ആൾക്കും.
അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കാഞ്ചീപുരത്ത് വന്ന് തന്നെ ഈ സാരികൾ എടുക്കാൻ. അപ്പോൾ എന്തായാലും നല്ലൊരു സാരി ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി കാണുമ്പോഴത്തേക്കും നമുക്ക് അവസാനം പ്രാന്താവില്ല, എന്ത് ചെയ്യണം എന്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ അവസ്ഥയായിരുന്നു ഞാൻ. ഞങ്ങൾക്ക് ആമ്പിള്ളേർ ഒരു അൾട്ടിമേറ്റം തന്നിരുന്നു കേട്ടോ, 1 മണിക്കൂർ എടുക്കാൻ പാടുള്ളൂ എന്ന് സാരി ഷോപ്പിങ്ങിന്. പക്ഷെ ഞങ്ങൾ 1.5 മണിക്കൂർ എടുത്തു. എന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കഴിക്കാൻ പോവുകയാണ്. കാരണം വൈകിട്ടായി 4-4:30 അപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഖാലിദ്സ് ബിരിയാണിന്ന് ഒരു ബിരിയാണി കഴിച്ചിട്ട് നേരെ ബാംഗ്ലൂർക്ക് വിടാം. കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തൊണ്ടവേദനയുണ്ട്. അപ്പോൾ നമ്മൾ ഖാലിദ്സിൽ കയറിയിട്ട് ഒരു സീറ്റ്. എനിക്ക് ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ തൊണ്ടവേദനയാണ് കേട്ടോ. പിന്നെ അത് കോൾഡായി, നല്ല ചുമയായി, ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. അങ്ങനെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർ എത്തി. വളരെ പയ്യെ വന്ന കാരണം ഒരു 5.5 മണിക്കൂർ നമ്മൾ വീട് പിടിച്ചു. ഇനിയിപ്പോൾ എന്താ, എല്ലാം കാറിൽ നിന്ന് എടുത്തിട്ട് നമ്മളുടെ കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് മെല്ലെ വീട്ടിലേക്ക് പോവാം. നല്ല ടയർഡാണ്. വൈഷുവിന് അത്ര ടയർഡ്നെസ് ഇല്ല, കാരണം നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയതാണ് വരുന്ന വഴിക്ക്. എല്ലാവരോടും നമ്മൾ നമ്മുടെ ഗുഡ് ബൈസ് പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു 1/4 മണിക്കൂറിന്റെ ഡ്രൈവിന് ശേഷം തിരിച്ചതേ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് റോണിയുടെ റീമയുടെ വീട്ടിലേക്കാണ്. ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് അവർക്ക് കൊടുക്കുക. നമ്മൾക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട് കേട്ടോ, എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്പെഷ്യലിറ്റി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരോട് വർത്താനം പറഞ്ഞ് നമ്മളിന്ന് ഗുഡ് ബൈ ആക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.